everyone, welcome back to Bosco Campus Vision. I am Grishma TJ, faculty member of PG Department of Commerce, Don Bosco College, Kottayam. Today, I am here with the paper Management Concepts and Thought, which is a core paper for BCom Tax Procedure and Practices students under Kerala University. This is the 53rd lecture of this series. In this lecture, we are discussing about the differences between transactional and transformational leadership. Let us discuss. Transactional leadership. Leadership is responsive and its basic orientation is dealing with present issues. Then transformational leadership is proactive and forms new expectations in followers. Transactional leadership റെസ്പോൺസീവും ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് പ്രൊയാക്റ്റീവുമാണ്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് പ്രസൻറ്റ് ഇഷ്യൂവിനെ ഡീൽ ചെയ്യുന്നതിൻ്റെ ബേസിക് ഓറിയൻറ്റേഷൻസ് മാത്രമാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൽ നൽകുന്നത്. പക്ഷേ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവാണ്. ഫോളോവേഴ്സിൽ നിന്നും പുതിയ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ലീഡർഷിപ്പാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. അപ്പോൾ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് റെസ്പോൺസീവും ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് പ്രൊയാക്റ്റീവുമാണ്. നെക്സ്റ്റ് പറയുന്ന ഡിഫറൻസ്, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് വർക്ക്സ് വിത്തിൻ ദ ഓർഗനൈസേഷണൽ കൾച്ചർ, വേറാസ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് വർക്ക്സ് ടു ചേഞ്ച് ദ ഓർഗനൈസേഷണൽ കൾച്ചർ ബൈ ഇംപ്ലിമെൻറ്റിംഗ് ന്യൂ ഐഡിയാസ്. ഓർഗനൈസേഷണൽ കൾച്ചറിനുള്ളിൽ പ്രവർത്തിക്കുന്നതാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എങ്കിൽ പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷണൽ കൾച്ചറിനെ ചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഓർഗനൈസേഷണൽ കൾച്ചറിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ട്രാൻസാക്ഷണലും പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് ഓർഗനൈസേഷണൽ കൾച്ചറിനെ തന്നെ മാറ്റുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് അച്ചീവ് ഓബ്ജക്റ്റീവ്സ് ത്രൂ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് സെറ്റ് ബൈ ദ ലീഡർ ഇൻ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. Employees achieve objectives through higher ideals and moral values in transformational leadership. എംപ്ലോയീസ് ഓബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ലീഡർ റിവാർഡ്സും പണിഷ്മെൻറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നെങ്കിൽ അത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിലാണ്. എംപ്ലോയീസിൻ്റെ മൊറൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതും ഐഡിയൽസിൻ്റെ എല്ലാം ബേസിസിലാണ് എംപ്ലോയി ഓബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതെങ്കിൽ അത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിലാണ്. Next one, motivates followers by appealing to their own self-interest in transactional leadership, whereas motivates followers by encouraging them to put group interest first. ഫോളോവേഴ്സിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എങ്കിൽ ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റിനെ എൻകറേജ് ചെയ്തുകൊണ്ട് ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. റിവാർഡും പണിഷ്മെൻറ്റും സെറ്റ് ചെയ്തുകൊണ്ടുള്ള ലീഡർഷിപ്പ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പും ഐഡിയൽസും മൊറൽ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഓബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതാണ് എങ്കിൽ അത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പുമാണ്. എംപ്ലോയീസിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പും ഗ്രൂപ്പ് ഇൻട്രസ്റ്റിനെ എൻകറേജ് ചെയ്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിലാണ്. ഇൻ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്, management by exception maintain the status quo, stress correct options to improve performance. In transformational leadership, promote creative and innovative ideas to solve problems. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിൽ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, സ്റ്റാറ്റസ് കോ മെയിൻ്റനൻസ്, സ്ട്രെസ് കറക്റ്റ് ഓപ്ഷൻസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ അവർ ഇംപ്രൂവ് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൽ ക്രിയേറ്റീവായിട്ടും ഇന്നൊവേറ്റീവ് ഐഡിയാസ് ഉപയോഗിച്ചുമൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലീഡർഷിപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലീഡേഴ്സ് പവർ ടു റീഇൻഫോഴ്സ് സബോർഡിനേറ്റ്സ് ഫോർ ദെയർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ ബാർഗെയിൻ. ഇൻ ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് ക്രിയേറ്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദെയർ ഫോളോവേഴ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ഫോളോവേഴ്സ് ടു സോൾവ് പ്രോബ്ലംസ്. ലീഡേഴ്സ് സബോർഡിനേറ്റ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിലാണ് എങ്കിൽ ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. പ്രോബ്ലത്തിനെ ഫോളോവേഴ്സ് തന്നെ
സോൾവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിലെ ലീഡേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിന് നൽകും. നമ്മൾ പറഞ്ഞതപ്പം മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനും സ്റ്റാറ്റസ് കോ മെയിൻ്റനൻസും സ്ട്രെസ് കറക്ഷനും ഒക്കെ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൽ ഉപയോഗിച്ചുകൊണ്ട് സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ക്രിയേറ്റീവായിട്ടുള്ളത് ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിലാണ്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിലെ ലീഡേഴ്സിന് സബോർഡിനേറ്റ്സിനെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ള പവറുണ്ട്. ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സാണ് എങ്കിൽ അവരവരുടെ ഫോളോവേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ്. സ്വന്തമായിട്ട് തന്നെ അവർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ലേൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവരുടെ ലീഡേഴ്സ് സബോർഡിനേറ്റ്സിന് നൽകുന്നു. These are the important distinction between transactional and transformational leadership. Okay, my dear students, this is all for today's session. Do homework, send me back through WhatsApp, and thank you.